ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം അങ്ങനെ എല്ലാവരും പറഞ്ഞ് നമ്മളെ ഒരു കാര്യം ഒരുപാട് പ്രാവശ്യം പറയുമ്പോൾ അത് ലൈഫിൽ നടക്കും അല്ലേ. പിന്നെ എൻ്റെ ലൈഫിൽ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ, എനിക്കിങ്ങനെ ഡ്രസ്സിൻ്റെ പരിപാടി തുടങ്ങുന്ന, സാരി മെറ്റീരിയൽ അതിൻ്റെയൊക്കെ പരിപാടി തുടങ്ങുന്നത് എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് സാരികൾ സെലക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ്, ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പം ഞാൻ വെറുതെ ഇവിടെ അതിൻ്റെ ഏട്ടോട് പറയട്ടെ, എല്ലാ ആൾക്കാർക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോകണതാണ്, അവർക്ക് സെലക്ട് ചെയ്യുന്നതിനുള്ള കാശ് തന്നാൽ മതി, സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോകണ ഷോപ്പ് പറഞ്ഞാൽ ഷോപ്പിൽ ചിലപ്പോൾ നല്ല അപ്പോൾ ഞാൻ ഇവർക്കാണെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോകുമായിരുന്നു. എനിക്ക് ഇഷ്ടമാണ് സെലക്ട് ചെയ്യാൻ ഇഷ്ടം. പക്ഷേ എൻ്റെ സെലക്ഷൻ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണോ എന്നറിയില്ല. പക്ഷേ എന്നാലും വളരെ കുറച്ച് ആൾക്കാർക്ക് ഞാൻ ഇടുന്ന ഡ്രസ്സായാലും ഇപ്പം എൻ്റെ മക്കളിടുന്ന ഡ്രസ്സിനായാലും ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, നല്ലതാണ്, ഇത് എവിടെ നിന്ന് എടുക്കണേ, ഇങ്ങനെയാണ് എന്താന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. ഒരുപാട് ആൾക്കാർ പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ സാരി ബിസിനസ് കൂടി തുടങ്ങും, സാരി മെറ്റീരിയലൊക്കെ തുടങ്ങുക. അങ്ങനെ ഇപ്പോൾ പറഞ്ഞപ്പോൾ സാരിയുടെ ഒരു ബിസിനസ് തുടങ്ങാൻ. അതിൽ എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാനിങ്ങനെ സാരി മേടിക്കാൻ പോയി അത് സെലക്ട് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ നല്ല മെറ്റീരിയൽ വേണം. നല്ല മെറ്റീരിയൽ നമ്മളിങ്ങനെ ഉടുത്ത് ഇങ്ങനെ കുഴഞ്ഞ് കിടക്കണം, നമ്മുടെ ദേഹത്തിനോടുകൂടി ഇങ്ങനെ ഒട്ടി കുഴഞ്ഞ് നമുക്ക് കണ്ടാം. ഞാൻ ഇതിങ്ങനെ ഇത് ഞെറിഞ്ഞ് കൊടുക്കാറില്ല കേട്ടോ, ഞാൻ 1 ലെയർ ഇടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ സാരി ഉടുത്താൽ നമുക്കതൊരു അസ്വസ്ഥത പാടില്ല. പിന്നെ നമ്മൾ ഫംഗ്ഷന് പോകണമെങ്കിൽ നമ്മൾ കാലത്തോട്ട് രാത്രി ആണെങ്കിൽ ഒരു പരിപാടിക്കാരെ, ഇപ്പോൾ ജോലിക്കാരാണെങ്കിൽ രാവിലെ പോയി അവർ ഉച്ച തിരിയണമായിരിക്കും ഒരു സാരി ഉടുത്ത് ജോലി. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഓരോ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും എനിക്ക് എന്തോ നോർമലി എനിക്ക് അതിനോടൊന്നും ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് വരുന്ന സാരികളും അങ്ങനെ സോഫ്റ്റ് ആയാലും മെറ്റീരിയൽ ആയാലും നല്ലത് നോക്കിയിട്ട് എടുക്കുക. ചിലപ്പോൾ 8ന്റെ പണിയാണോ നല്ലതാണോ ആരും വൈകുന്നേരം വരെ സെലക്ട് ചെയ്താലാണ് അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയുന്നത് ഇവിടെ, അപ്പോൾ ഞാൻ എടുക്കുന്ന സാരി കുറച്ച് റേറ്റ് വരും. ഞാൻ ഇപ്പോഴും നല്ല മെറ്റീരിയൽ കൊടുക്കുന്ന ആൾക്കാർക്ക് സുഖമാണോ, അവർക്ക് യൂസ് ചെയ്യാൻ സുഖമാണല്ലോ, അങ്ങനെ നോക്കിയിട്ട് നമ്മൾ സാധനം സെലക്ട് ചെയ്യുക. അപ്പോൾ ആ സാധനത്തിനാകുമ്പോൾ നമ്മൾ കുറച്ച് റേറ്റും കാര്യങ്ങളും നമ്മുടെ സാരിക്ക് വരുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോഴാണ് നമ്മളോട് മെസ്സേജ് ചെയ്തത് പറഞ്ഞു, ഈ ടീച്ചർമാരാണ്, ഒരുപാട് ടീച്ചർമാർ മെസ്സേജ് ചെയ്ത് പറഞ്ഞു നിങ്ങൾ റൈറ്റ് ഓവറിൻ്റെ സാരി അറിയുമ്പോൾ ഞങ്ങൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ കൊടുക്കാൻ പറ്റിയ സാരി എടുക്കുമെന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മളിതുവരെ നമ്മുടെ ഇൻസ്റ്റയിൽ ഈ ഒരു സാരിയുടെ മോഡൽ ഇപ്പം നമ്മുടെ ഉള്ളതിൽ സത്യം ഏറ്റവും റൈറ്റ് ഓവറിൻ്റെ സാരി ഇതാണെന്നൊക്കെ തോന്നുന്നു അല്ലേ. ബാക്കിയൊക്കെ കുറച്ചുകൂടി റൈറ്റ് ഉണ്ട്. പക്ഷേ ഇത് എടുത്തുമ്പോൾ ഞാൻ ഏട്ടോടാണ് ജോലിക്കാർക്ക് നല്ല സുഖമായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം മറ്റുള്ള സാരികളാണ് ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ വരണമെന്ന് നോക്കണം. ഈ ഒരു സാരി തന്നെ ജോലിക്കാർക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖമായിട്ട്. എൻ്റെ മെറ്റീരിയൽ ഞാൻ പറയാണ്ടേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, നോക്കി പിടിച്ചൊന്നുള്ളൂ. അതുപോലെ എന്താ പറയുക, നമ്മൾ ഈ തടിയുള്ളവർ, തടി കുറഞ്ഞവർക്ക് പിന്നെ ഏത് കൊടുത്താലും ഭംഗിയാണ്, അവർക്ക് അതൊരു ഇഷ്ടം. നമ്മൾ ഈ തടിയുള്ളവരുണ്ടല്ലോ, ദൈവമേ അവിടെ ഇങ്ങനെ പൊന്തി കൊടുത്താൽ ഒതുങ്ങി കിട്ടില്ല, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ സാരി കൊടുക്കുമ്പോൾ എനിക്കുള്ള ഒരു പ്രശ്നമായിട്ട്. പിന്നെ സാരി ഭയങ്കര ലെങ്ത്താട്ടോ. പിന്നെ സാരിയുടെ ബ്ലൗസ് ഇതല്ല, വിത്ത് ബ്ലൗസ് വേറെയാണ് വരുന്നത്. നമ്മൾ ഈ സാരിയൊക്കെ ഇറക്കിയത് ഇന്നലെ രാത്രി എത്ര മണിയാണ് നമ്മൾ വീടെത്തുമ്പോൾ 11:30 കഴിഞ്ഞിട്ട് നമ്മൾ സാരി എടുത്തിട്ട് വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഇത് അടിച്ചിടാനുള്ള നേരമില്ല. പിന്നെ ഒരു ജാക്കറ്റ് അടിക്കുന്ന 700-800 വേണം. അപ്പോൾ നമുക്ക് കുറേ ലാഭങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും നമുക്ക്. ഇപ്പം ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം എടുത്തതിന് ഓരോ സാരി എനിക്ക് പോലും തായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മേടിച്ച് വെച്ചു വിട്ടു. എനിക്ക് ഈ ഒരു കളർ സാരി ഭയങ്കര ഇഷ്ടമായിട്ട്. പക്ഷേ ഞങ്ങൾ ഇറക്കിയ സാരിയുടെ ഒരു പ്രത്യേകത അനുസരിച്ച് വളരെ കുറച്ച് പീസുകളേ ഉണ്ടാവുള്ളൂ. ഒരേ മോഡലിൽ വളരെ കുറച്ച് പീസുകളേ ഉണ്ടാവുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ ഒരു മോഡലിൻ്റെ കുറേ ഇറക്കിയത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും, അത് നമ്മുടെ കയ്യിൽ ഇരിപ്പാവില്ലേ. അപ്പോൾ ആ പേടി കാരണം ഞാൻ വളരെ കുറച്ച് നമ്മൾ സ്റ്റോക്ക് ഇറക്കിയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഒരുപാട് സാരികളും മോഡലുകളുണ്ട്, പക്ഷേ ഒരേ സെയിം കളർ സെയിം മോഡലിൽ നമ്മുടെ ഒരുപാടില്ല, വളരെ കുറച്ച് ഉണ്ടാവണം. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആരാണ് ഗൂഗിൾ പേ ചെയ്തിട്ട് ആദ്യം ഓർഡർ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് നമ്മൾ സാരി ഇതാവട്ടെ. എന്താ വെച്ചാൽ വേറെ നിവൃത്തിയില്ലല്ലോ, നമുക്കിത് വിറ്റ് പോയിട്ടാണെങ്കിൽ ഇനി കുറച്ചും കൂടി ഇറക്കാണ്ട് അപ്പം നമുക്ക് ഈ സാരിയുടെ ഒരുപാടൊന്നും ഡീറ്റെയിൽ. പക്ഷേ ഡോള സിൽക്ക് എന്നാണ് ഈ സാരിയുടെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ഡോള സിൽക്കാണ് ഇതിൽ വരുന്നത്.
ഒരു സിൽക്കി മോഡൽ തന്നെയാണ് കേട്ടോ. അത് സിൽക്കി ആണ് നമുക്ക് സാധനം കോട്ടൺ സാരി കൊടുക്കുന്നതിന്റെ ഒരു എഫക്റ്റ് ഉണ്ട് കേട്ടോ. എത്രത്തോണ്ട് ഭംഗിയുണ്ട് എന്നുള്ളത് നിങ്ങൾ പറയണം. എന്താ കാണുന്ന അതേപോലെ കേട്ടോ. ചില സാരികള് നമുക്ക് കളറിന് മാറ്റം വരും. വെറൈറ്റി കളർ നല്ല കാണാൻ ലുക്ക് ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായം നല്ലൊരു കോഫി കളറുണ്ടോ, നല്ല സ്കിൻ ടൈപ്പ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു കളർ. അപ്പൊ ഇതില് നമുക്കുള്ളത് ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിന്നെ എന്താ ഒരു 6-7 കളറുകൾ ഇതില് നമ്മളുണ്ട്. ഞാൻ സാരി കാട്ടിലും അതിനൊപ്പം തന്നെ ഞാൻ ജോലിക്കാർക്കായിട്ട് ഒരു മാല ഇറക്കിയിട്ടുണ്ട് കേട്ടോ. നോക്കി ഞാൻ നമ്മുടെ അടുത്ത് കൊടുത്തിട്ട് എൻ്റെ കമ്മലിലേക്ക് മെറ്റലിൻ്റെ മാലയാണ് കേട്ടോ. മെറ്റലിൻ്റെ മാലയാണ് കേട്ടോ. പക്ഷേ ചില മാലകൾക്ക് ഭയങ്കര വെയിറ്റ് ആയിരിക്കും. പക്ഷെ ഇത് തീരെ വെയിറ്റ് ഇല്ല കേട്ടോ. ഭയങ്കര വെയിറ്റ് ഉള്ളത് നമുക്ക് യൂസ് ചെയ്യാനും ഒക്കെ സുഖമായിട്ട്. ഇതിൽ നമുക്ക് ലൈറ്റ് റോസ് വരുന്നുണ്ട്, ഗ്രീൻ വരുന്നുണ്ട്, റെഡ് ഗ്രീൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നല്ല നേവി ബ്ലൂ വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു മാലയിൽ. പക്ഷെ ഞാൻ പറയാം നിങ്ങളോട് ഒരു കാര്യം വീണ്ടും പറയണം. നിങ്ങളുടെ മാലകൾക്ക് റേറ്റ്, ഈ മാലയ്ക്കും റേറ്റ് ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ എനിക്കെന്തോ എടുത്ത് വരുമ്പോൾ അത് നല്ല ക്വാളിറ്റി എടുക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ടായിരിക്കും. ഇപ്പം എൻ്റെ ഒരു മഹാലക്ഷ്മി റെൻ്റൽ ഓർണമെൻറ്റ്സ് ആയാലും മറ്റുള്ള സ്ഥലത്ത് 50 രൂപയ്ക്ക് ദിവസം വാടകയ്ക്ക് മാലകൾ കിട്ടുന്നു. പക്ഷേ എൻ്റെ ഷോപ്പിൽ അതില്ല. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ കൊണ്ടുവച്ച ക്വാളിറ്റിയിലേക്ക് ഒരു മാലയ്ക്ക് 8,000 രൂപ, 9,000 രൂപ, 14,000 രൂപയുടെ മാലയാണ് ഞാൻ എന്നെ കൊണ്ടുപോയി ഒരു മാലയുടെ റേറ്റ് വരുന്നത്. അതിങ്ങനെ ഞാൻ 50-ന് 100 രൂപയ്ക്ക് കൊടുത്ത് ഞാൻ എനിക്ക് ഇങ്ങനെ മുതലാവണ്ടേ. ഇങ്ങനെ കഥ അടച്ച് വേണ്ട വേണ്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ 50 രൂപയ്ക്ക് 200 രൂപയുടെ മാലയാണെങ്കിൽ നമുക്ക് 50 രൂപയ്ക്ക് കൊടുക്കാം. നമുക്ക് ഒരു വിഷമമില്ല. 150 രൂപയ്ക്ക് 200 രൂപയ്ക്കുള്ള മാല ഒരു 50 രൂപയ്ക്ക് 2 കൊടുക്കും, ഒരു വിഷമമില്ല. പക്ഷെ ഒരു 6,000-7,000 രൂപയുടെ മാല ഇങ്ങനെ നമ്മൾ 50-ന് 100 അത് എത്ര കൊടുത്തിട്ട് ആ മുതല് നമ്മള് ലാഭം പോട്ടെ മുതലാക്കാൻ വേണ്ടിട്ട് തന്നെ കുറെ കഷ്ടപ്പാടല്ലേ. അപ്പൊ എൻ്റെ ഒരു മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് എടുക്കുന്ന സാധനം നല്ലത് എടുക്കണമെന്ന് ചിന്താഗതി ഉള്ളതുകൊണ്ടാണ്. ഈ ഒരു മാലയുടെ കാര്യത്തിലായാലും നമുക്ക് ചില ബ്ലാക്ക് മെറ്റലിൻ്റെ മാല കിട്ടും ഇവിടെ കുത്ത ജാതി ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ നല്ല കോട്ടൺ സാരിക്കും നല്ല ചുരിദാറിനൊക്കെ നമുക്ക് ജോലിക്ക് ഡെയിലി ജോലിക്ക് കൊണ്ടക്കാർക്ക് മാറി സ്വർണ്ണം യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അപ്പം കമ്മലും ഭയങ്കര വെയിറ്റോ ഒന്നുമില്ല, ഒരുപാട് ഹെവി കമ്മലല്ല. മാലയുടെ ഈ ലോക്കലൊക്കെ എന്തൊരു രസമാണെന്ന് പറയുകയാണ്. നോക്കി കണ്ട ഇതിൻ്റെ ബ്ലാക്കൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാം. അപ്പം ഇതൊക്കെ ഞാൻ വളരെ കുറച്ച് സ്റ്റോക്കേ ഞാൻ ഇറക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിത് വരുത്തിക്കും തരും, അത് വേറെ കാര്യം. പക്ഷേ ഞാൻ വളരെ കുറച്ച് സ്റ്റോക്കേ ഇറക്കിയിട്ടുള്ളൂ. നിങ്ങൾ എല്ലാവരും ഒരേ ടേസ്റ്റിലുള്ളവരായിരിക്കണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഇറക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലല്ല നമ്മൾ കൂടുതൽ ഇറക്കിയിട്ട് കാര്യമല്ലോ. ഇറങ്ങി കാട്ടുന്നുണ്ട് സാരിയുടെ സാരി നല്ല ലുക്കുള്ള സാരിയാണ്, അതില്ലാന്ന് പറഞ്ഞുകൂടാ. ഉടുക്കാനോ എന്തൊരു സുഖം. തീരെ അത് അങ്ങനത്തെ വെയിറ്റ് ഇല്ലാന്നല്ല, ഈ ലോക്കറ്റിന്റെ വെയിറ്റ് ഉള്ളോ ഇവിടെ ചില മാല ഉണ്ടല്ലോ ഞാൻ ഇട്ട് പോയിട്ട് പകുതിക്ക് ചൂരി നമ്മള് ബാഗിലിടും. കമ്മലൊക്കെ ഈ പറഞ്ഞ പോലെ ഈ സാധനം ഇങ്ങനെ ഇതിവിടെ അതൊന്നുമില്ല കേട്ടോ. നല്ല ഞാൻ പറഞ്ഞു നമ്മളെടുക്കുന്നത് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അത് നല്ല ഫെസ്റ്റ് ക്വാളിറ്റി സാധനം തരണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. പ്രീമിയം ക്വാളിറ്റിയാണ് നമ്മൾ തരുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമുക്ക് ഇത്ര റേറ്റിന് എടുക്കാൻ പറ്റുന്നുണ്ട്, അതും നമുക്ക് അറിയാമല്ലോ ആലോചിച്ചാൽ. അപ്പോൾ നിങ്ങൾക്കും ഞാൻ സാരി ഇറക്കണതാണ് അതിനനുസരിച്ചുള്ള നല്ല ആ റേറ്റിനനുസരിച്ച് നല്ല ക്വാളിറ്റി. ഇപ്പം നിങ്ങൾക്ക് പറ്റുന്ന റേറ്റിനനുസരിച്ച് എനിക്ക് തരണമെങ്കിൽ എനിക്ക് ആ റേറ്റിനനുസരിച്ച് നല്ല ക്വാളിറ്റി സാരി കിട്ടണം. എനിക്ക് അതിനൊരു ലാഭം എടുത്ത് നിങ്ങൾക്ക് തരിക, അതിനനുസരിച്ച് ഒരു ക്വാളിറ്റി അതും ഉള്ളത് നല്ല ക്വാളിറ്റി സാധനം തരാൻ ശ്രമിക്കുള്ളൂ. ഇതിന് പൊന്നോ ഈ സാരിക്ക് എത്ര റേറ്റ് തന്നെ അറിയോ? ഈ സാരിയുടെ റേറ്റ് 1500 ആണ് കേട്ടോ. നമ്മുടെ ഈ ഒരു സാരിക്ക് വരുന്ന റേറ്റ് എങ്ങനെയുണ്ട് പൊന്നോ? ഇതെടുത്തിട്ടുണ്ടല്ലോ എവിടെ വേണമെങ്കിൽ പോയി വരാം, അത്ര വെയിറ്റ് ഫ്രീ ആയിട്ട് നടക്കാം. അതാണ് എവിടെ കുത്ത നമുക്ക് ഈ അടിപ്പാടുള്ള സാരി ഇത് ഒരച്ചില് നമുക്ക് പെണ്ണുങ്ങൾക്കുള്ള ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് തടിയുള്ളത് ഈ മടക്കിലും പിടിക്കും ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കൂടുതലും ഞാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യമുണ്ട്. കംഫർട്ടായിട്ട് നമുക്ക് നടക്കണം, അങ്ങനത്തെ ഡ്രസ്സ് വേണം, അങ്ങനത്തെ ഓർണമെന്റ്സ് വേണം, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി വേണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഞാനൊരു സാധനം എടുക്കാൻ പോയി ഞാൻ എൻ്റെ ഫേസ് കണ്ടറിയാം
ക്വാളിറ്റി മോശമാണെങ്കിൽ ഞാൻ അവിടെ അനങ്ങാതിരിക്കും. അല്ലെങ്കിൽ ചിരി ഉണ്ടാവില്ല, ചിറിയില്ല, ദേഷ്യമില്ല, ഒന്നുമില്ലാതൊരു രൂപത്തിലായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു ക്വാളിറ്റി കിട്ടുന്ന വരെ ഉണ്ടല്ലോ ഞാൻ അത് വെയിറ്റ് ചെയ്ത് അവിടെ ഓരോരുത്തർ ഇടയ്ക്കല്ല എപ്പോഴും വീഴ്ചയുള്ള ഒരാൾ ഓടി നടന്ന് വീഴുന്ന ഒരു വ്യക്തിയായിട്ടാണ്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ഒരു ബ്ലൗസ് വരുന്നത് ബ്ലൗസിന്റെ ഉള്ളില് വരുന്ന കളർ ഇതേ, പക്ഷെ കയ്യിലേക്ക് ഇതേ വേറെ കളറുകൾ ബ്ലാക്ക്. ഇത് തരുമോ വെച്ചാൽ ഇവര് തരില്ല. എന്ന് വെച്ചാൽ ഒരുപാട് പീസ് ഇല്ലാത്തവര് ഞങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തരില്ല. അത് ഞാൻ പൊന്നിനോട് തന്നെ എടുത്തോളണം. അപ്പൊ എന്താ വെച്ചാൽ പൊന്നിന് എടുത്തു കഴിഞ്ഞാൽ അത് എനിക്ക് യൂസ് ചെയ്യാലോ. ഞങ്ങൾ കൊടുക്കുന്ന സാരി അത് ഞങ്ങൾ സ്വന്തമാക്കും. ഇവരോട് മുഴുവൻ എന്താ വെച്ചാൽ നമ്മള് പരസ്യം പോലെ ഇങ്ങനെ എടുത്ത് നിക്കണ്ടേ, അതിനൊരു എന്തെങ്കിലും കാശ് ഞങ്ങൾക്ക് തരാം. 4 പാർട്ട്ണർമാരാണ് ഈ പാർട്ട്ണർഷിപ്പാണ് ഈ ഒരു സാരി ബിസിനസ്സിന്. അല്ലെ ഇവർക്ക് ഞങ്ങൾ പരസ്യം ചെയ്ത് കൊടുക്കാൻ കൊടുത്തിട്ട് വയ്യ. അപ്പൊ അതിന് ഞങ്ങക്ക് അപ്പൊ അതാണ് ഈ ഒരു ബ്ലാക്ക് സാരി ഉണ്ടോ കണ്ട, ചെറിയൊരു കസവാണ് കേട്ടോ. നോക്കിയേ കണ്ട, ശബ്ദം കേൾക്കണ എന്താ പറയുക, ഉള്ളിൽ സിൽക്ക് പേപ്പർ ഇത് പേപ്പർ വെച്ചിട്ടുണ്ടാവും കേട്ടോ. അതിൻ്റെ ബട്ടർ പേപ്പർ പോലത്തെ പേപ്പർ വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായി നല്ല ഭംഗിയുണ്ടല്ലോ സാരി. അപ്പൊ അതേപോലെ ഞാൻ കൊടുത്ത ഒരു മഞ്ഞയ്ക്ക് വയലറ്റിന് ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായമാണ്. എനിക്ക് സത്യം പറയാം, ആ ഒരു സാരി ഞാൻ എടുത്തിരിക്കുന്നത് 2200 സംതിങ് റേറ്റിനാണ് ആ സാരി എടുത്തെങ്കിലും ആ സാരി എന്നെ കുറ്റപ്പെടുത്തല. ആ സാരി പറ്റി അത്രയും ബെസ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത്രയും ബെസ്റ്റ് ക്വാളിറ്റി അല്ല. നമ്മുടെ സാരി ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ സാരിയുടെ മെറ്റീരിയൽ. അതായത് മറ്റുള്ളവരൊന്നും മേടിച്ച് ബെസ്റ്റ് അല്ല, നമ്മൾ തന്നെ ബെസ്റ്റ് ആണെന്ന് അങ്ങനെ കണക്കാക്കാം. അതിന് വേണ്ടി നിങ്ങൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മുന്നേ പറഞ്ഞിട്ട് അത് അത്ര ബെസ്റ്റ്. അപ്പൊ ഞാൻ അങ്ങനത്തെ അന്വേഷിച്ച് പോയപ്പോ പക്ഷെ എനിക്ക് കിട്ടിയത് പ്യൂർ സിൽക്ക് മൈസൂർ സിൽക്ക് ഉണ്ട്. അതിന് എനിക്ക് ഒരു 13 ആ റേറ്റ് വരുന്നുണ്ട്. അതിപ്പോൾ നമുക്കത് എടുത്തു കഴിഞ്ഞാൽ മേടിക്കുമെന്ന് പറയാം. പക്ഷെ ആ പ്യൂർ മൈസൂർ സിൽക്കൊക്കെ കണ്ടല്ലോ കൊതിച്ചങ്ങ് നിന്ന് പോയിട്ടാ. പിന്നെ ഞങ്ങൾ സെമി സിൽക്ക് ഇറക്കിയിട്ടുണ്ട്, അതായത് അതിൻ്റെ ഒരു സെക്കൻഡ് ക്വാളിറ്റി പോലത്തെ. പക്ഷെ അതിൻ്റെ തന്നെ 2-3 ഭാഗമുണ്ട് കേട്ടോ. അത് ഏറ്റവും ലോ ഉണ്ട്. പക്ഷെ ഏറ്റവും ലോ നമ്മൾ ഒരേ കാണുമ്പോൾ ഏറ്റവും ലോ കാണുമ്പോൾ ചേട്ടൻ നീ ഉദ്ദേശിച്ചു തരാം. ചേട്ടനെ കാണുമ്പോൾ ഞാൻ കാട്ടി കൊടുത്ത മോഡൽ ഇതാണ്. പക്ഷെ ഞാൻ വിചാരിച്ച മെറ്റീരിയൽ അതല്ല. അത് കാരണം ഞാൻ അവിടെ ആണെങ്കിൽ അതിൻ്റെ കുഴപ്പമില്ല, നമുക്കൊരു കുറച്ച് എടുത്ത് നോക്കാം. അപ്പം ഞാൻ ഉദ്ദേശിച്ച സാധനം ഇതല്ല, വായി നമുക്ക് പോവാ, നേരം കളയണ്ട. അല്ല അവര് കൊറേ ഒക്കെ എടുത്തു തന്നു കേട്ടോ. അത് ആ കടക്കാര് അങ്ങനെ കൊറേ എടുത്ത് അപ്പോൾ ഇതിന്റെ ധാരണയില് ഇത് തന്നെ ആവും. അല്ല എനിക്കറിയില്ലല്ലോ സാരിയുടെ. എന്നാ നല്ല മൈസൂർ സിൽക്ക് സാരി ഉണ്ട് ആവശ്യക്കാർ. അത് ചെന്ന വേഷം ഞാൻ എനിക്ക് വീണു. അപ്പൊ അയാളിനോട് റേറ്റ് ഉണ്ട്. അപ്പൊ വെച്ചു അത് നമുക്കതിനിപ്പോ ഹണി റോസ് ഇപ്പൊ റെഡും ബ്ലാക്കും ഒക്കെ കൊടുക്കണേ. അതാണ് ഈ മൈസൂർ സിൽക്ക് സാരി കേട്ടോ. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ എനിക്ക് സാരിനെ പറ്റി വലിയ വിവരവും കാര്യങ്ങളൊന്നുമില്ല. സാരിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനോ അറിയില്ല. പക്ഷെ എനിക്കൊന്ന് പറഞ്ഞുതരാം. ഇത് ഉടുക്കുമ്പോൾ നമുക്കത് സോഫ്റ്റാണ്, നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ്. അതൊക്കെ എനിക്ക് വിശദമായിട്ട് നിങ്ങൾക്കിലേക്ക് എത്തിച്ചു തരാൻ പറ്റുന്ന കാര്യമാണ്. ഉടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഉടുത്ത പോലെ കെട്ടുക്കും. അതാണ് സാരി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഉടുത്തിട്ട് ഊരിടാൻ തോന്നുന്നേ. സത്യം നോക്കിയേ ഇതിനെ മുണ്ടാക്കി നല്ല നീളമുണ്ട് കേട്ടോ സാരി. എനിക്ക് ഞാനിവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ താഴത്തെ ഇഴഞ്ഞെടുക്കുക. അപ്പോൾ നല്ല ഹൈറ്റ് എടുക്കും. ഉള്ളിലേക്കും ഞാൻ മടക്കി അത്യാവശ്യം വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ഹൈറ്റ് ഉള്ളവർക്കും ഈ സാരി പറ്റൂട്ടെ. പക്ഷേ ഇതിൽ ഒരുപാട് കളറുകളോ ഒരുപാട് മോഡലുകളോ ഒന്നുമില്ല. വളരെ കുറച്ച് ഞാൻ പറഞ്ഞില്ല, എന്തു സാധനം വളരെ കുറച്ച് മാത്രമേ ഞങ്ങൾ ഇറക്കിയിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലരും പല ടേസ്റ്റുകാരാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് എല്ലാവർക്കും പറ്റുമോ ഇല്ലെന്ന് അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരുപാട് മൈസൂർ സിൽക്കിൻ്റെ മിനി മൈസൂർ സിൽക്ക് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതായത് സെമി നല്ല ചെറുത് കണക്കിന് ചെറിയ ഒരു മോഡൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. എൻ്റെ ക്ലോത്തൊക്കെ ഉണ്ട്, നല്ല തുണി. അത് നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ പണ്ട് ഇപ്പോൾ ഓരോ സമയത്ത് ഓരോ ട്രെൻഡ് ആയിരുന്നു. ആദ്യം തന്നെ സാരി വേറെയുള്ള കളർ, ബ്ലൗസ് വേറെ കളറാണ് ഒരു സമയത്തെ ട്രെൻഡ്. ഒരു സമയത്ത് സാരി ബ്ലൗസും അത് ഇപ്പം വീണ്ടും ആ ട്രെൻഡ് ഇരിക്കുന്നില്ല. സാരിയുടെ ബ്ലൗസ് സെയിം മെറ്റീരിയൽ, സെയിം തുണി, സെയിം രണ്ടും സെയിം ആയിട്ട് തന്നെ മെറ്റീരിയൽ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ ഇപ്രാവശ്യം നമ്മൾ
നമ്മുടെ ഇതിലിറക്കിയിരിക്കുന്നത് തമിഴ്നാട് സ്റ്റൈലുള്ള സാരികളാണ് കേട്ടോ. സിൽക്ക് മോഡൽ തമിഴ്നാടുള്ള മൈസൂർ സിൽക്ക് മോഡൽ സാരികളാണ് ഈ പ്രാവശ്യം നമ്മൾ കൂടുതൽ ഇറക്കിയത്. ഇനി വരും സമയം നമ്മൾ ഓരോ മോഡലും മാറ്റി 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 ട്രെൻഡിനനുസരിച്ച് നമ്മൾ പിടിക്കും. പക്ഷെ എനിക്കുണ്ടല്ലോ എന്തൊക്കെ ട്രെൻഡ് വന്നാലും നമ്മുടെ ആ പഴയ കാലത്തെ സാരികളല്ലേ സത്യമാണ് ഇപ്പം ഇറങ്ങി വരുന്നത് അല്ലേ. പണ്ടത്തെ മോഡൽ സാരിയാണ് ഇപ്പോൾ ട്രെൻഡായിട്ട് ഈ ഇറങ്ങി വരാം. അത് എനിക്ക് ഇപ്പോഴും പണ്ടത്തെ ഇപ്പം ഈ മൈസൂർ സിൽക്കിനോട് ഒരു പ്രേമവും ഇഷ്ടം തോന്നിയത് എങ്ങനെയാണെന്ന് പറയും. പണ്ട് എൻ്റെ അമ്മ വീട്ടിൽ മേമാരെ കല്യാണത്തിലൊക്കെ എടുത്തന്നെ കാശിപ്പട്ട് സാരി ഉണ്ട്. അന്ന് കാശിപ്പട്ട് എന്ന സാരിക്ക് പറയട്ടോ. ആ കാശിപ്പട്ട് സാരിയോടുള്ള പ്രണയമാണ്. കാശിപ്പട്ട് സാരി എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിന്. എൻ്റെ കല്യാണപ്പെട്ടിയിലുണ്ടായിരുന്നു അതിന് അന്നത്തെ സമയത്ത് തന്നെ 10,000-3,000 രൂപ കൊടുത്തിട്ടുണ്ട് ഒരു ഓറഞ്ച് സാരി. ഓർമ്മയുണ്ട് ജനാർദ്ദൻ്റെ സ്റ്റുഡിയോ ഒരു ഓറഞ്ച് സാരി എടുത്ത് ഞാൻ ഫോട്ടോ തന്നെ കറുപ്പ് ഷർട്ട് ഇട്ടിട്ട് ഫോട്ടോ ഉണ്ട്. അത് ഓറഞ്ച് സാരി അത് എത്ര നാൾ കഴിഞ്ഞാൽ നമ്മളുണ്ടല്ലോ അത് യൂസ് ചെയ്യണ വരെ യൂസ് ചെയ്യുക. എത്ര വർഷം സാരി ഒരു കേടുമില്ലാണ്ട് നമ്മുടെ കയ്യിൽ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാരിയാണ് ഞാൻ വേണേൽ കുറച്ച് മോഡൽ സാരികൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ല കേട്ടോ. അപ്പോൾ ഈ സാരി എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അതേപോലെ ഈ മാല കണ്ട ഇത് മാലയുടെ ഇൻസ്റ്റ പേജും സാരിയുടെ ഇൻസ്റ്റ പേജും രണ്ടും ഒന്ന് തന്നെയാണ്. കൃപ തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റ പേജിൻ്റെ പേര് വരുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഫോൺ നമ്പറും ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലും ഫോൺ വിളിച്ച് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കൺഫ്യൂഷന് കാര്യമല്ലോ ആരാണ് എന്താണെന്നൊന്നും അറിയണം അങ്ങോട്ട് ഇടും. അപ്പോൾ കൂടുതലും നിങ്ങൾ മെസ്സേജ് ചെയ്യുക. വാട്സപ്പ് നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ ഇൻസ്റ്റയിലല്ലാണ്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ട അതിൻ്റെ നമ്പറും ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡലും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോൺ വിളിച്ച് ഓരോരുത്തർക്ക് കറക്റ്റായിട്ട് വിത്ത് ബ്ലൗസ് അങ്ങനെയാണ് എല്ലാ സാരി നമ്മൾ ഇറക്കുന്ന എല്ലാ സാരിക്കും വിത്ത് ബ്ലൗസ് ഉണ്ടായിരിക്കും കേട്ടോ. നമ്മൾ ഓരോന്ന് പറഞ്ഞു തരുമ്പോണ്ടല്ലോ ഒരാളെ വിളിച്ച് നമ്മളെല്ലാം ഡീറ്റെയിലോട്ട് അടുത്താൾ. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ല. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചു ഇപ്പോൾ രാവിലെ തൊട്ട് നമ്മൾ വെറുതെ സാരി ഇറക്കിയിട്ട് ഒരു സ്റ്റോറി ഒരു ചെറിയ ഷോർട്സ് ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി പേര് നമ്മൾ വിളിക്കുന്നുണ്ട്. ഇൻസ്റ്റയിൽ മെസ്സേജ് ഉണ്ട്, വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ നമുക്ക് സൗകര്യമായിരിക്കും. നമ്മൾ ഈ സാരിയുടെയും ഓർണമെൻറ്റ്സിൻ്റെ അടിയിലൊക്കെ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വിളിക്കുമ്പോൾ സമയക്കുറവ് വേറെ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ഇതൊന്നായിട്ട് ഒരിക്കലും ചിന്തിക്കാതെ നിങ്ങൾക്ക് ആലോചിച്ചറിയാം. അപ്പോൾ രാവിലെ കഴിഞ്ഞ് ഉണ്ണികളെ പഠിപ്പിക്കണം, ഉണ്ണികൾക്ക് ഫുഡ് ഉണ്ടാക്കണം, ഉണ്ണികളെ സ്കൂളിൽ പറഞ്ഞേക്കണം, വീട്ടിലെ പണിയോട് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓർണമെൻറ്റ്സിൻ്റെ കാര്യം നോക്കണം, സാരിയുടെ കാര്യം നോക്കണം. വീണ്ടും ഉണ്ണിയോട് സ്കൂളിൽ കഴിയുമ്പോൾ അവരെ കൊടുത്ത് അവർക്ക് ഫുഡ് കഴിഞ്ഞോട് വീണ്ടും കുളിപ്പിച്ച് ട്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ കൊടുത്ത് പിന്നെ ഹോംവർക്ക് എഴുതാം. അങ്ങനെ പിന്നെ വീഡിയോ നമുക്ക് യൂട്യൂബിൽ ഇനി വീഡിയോ ഇടാൻ പറ്റുമോ ഇല്ലയെന്ന് പോലും എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഇനി യൂട്യൂബിൽ ഞങ്ങൾ വീഡിയോ ഇടാൻ പറ്റുമോ ഇല്ലയെന്ന് പോലും അറിയാമെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഈ ഒരു ഇതിലേക്കാണ് ഒരു കാലഘട്ടം കഴിഞ്ഞാൽ എല്ലാം റീച്ച് കുറയും. ഒരു സമയത്തൊക്കെ റീച്ച് എപ്പോഴും നമ്മളിൽ ഉണ്ടാകും. അപ്പോൾ ഞാൻ വെച്ചു നമ്മൾ യൂട്യൂബിലത്തെ വരുമാനം നിൽക്കുമ്പോഴേക്കും നമുക്ക് അപ്പുറത്ത് എന്തെങ്കിലും ഒരു മാർഗ്ഗം നമ്മൾ കണ്ടുപിടിച്ചേ പറ്റും. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ് നമ്മളിപ്പോൾ ഈ ഓർണമെൻറ്റ്സിൻ്റെ സാരിയുടെ ബിസിനസ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണവും നമ്മുടെ ഒപ്പം വേണം. കൂടെ നമ്മൾ ഇൻസ്റ്റാ പേജ് നമ്മൾ ഫോളോ ചെയ്യണം. ഉപ്പുമളകരേറ്റ്, അഞ്ജന, അനിൽകുമാർ, കൃപ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വരുന്ന അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഫുൾ അപ്ഡേഷനുകൾ അപ്പുള്ള അപ്ഡേഷനുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പം കിട്ടണമെങ്കിൽ ഇതൊക്കെ ഫോളോ ചെയ്യണം. എന്നാലാണ് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽ കിട്ടും. അപ്പോൾ ഇൻസ്റ്റയിൽ ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യുന്നതാണ് യൂട്യൂബിൽ നമ്മൾ ചെറിയ ഷോർട്സും കാര്യങ്ങളായിട്ട് ഇടാണ്ട് കൂടും. അപ്പം ഇൻസ്റ്റയിൽ ഇല്ലാത്തവർ ഇങ്ങനെ ഇൻസ്റ്റയിൽ തുടങ്ങി വലിയ പണിയുള്ള കാര്യം നമുക്കൊരു ടച്ച് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റയിൽ തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇൻസ്റ്റയിൽ അപ്പോൾ എല്ലാവരും അതേപോലെ ഒരാൾ സാരി എടുത്ത് സുന്ദരിയായിട്ട് വരുന്നുണ്ട്. ധാരക്കാവിലെ ഭഗവതിയ എങ്ങനെയുണ്ട് സാരി എടുത്തോ എടുക്കുന്നത് എന്റെ പകുതി തടി കുറവ് ഒതുക്കി അല്ലേ. എന്ത് നല്ല സാധനം പറയാം. എന്റെ ബ്ലൗസ് ഇതല്ലാട്ടെ വരുന്നത്. അത് ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി 11:30 ഒന്നോടെ ഒരു സാരി എടുത്തിട്ട് എത്തുമ്പോഴേക്കും നമുക്ക് ആ ബ്ലൗസ് അടിച്ചിട്ടുള്ള നേരില്ല. അപ്പൊ ഇതിലേക്ക് ഇതിലൊരു മാല നമ്മൾ ഇന്നലെ ഇറക്കിയൊരു പേരുമാല ഉണ്ട്. അത് ഇട്ടോ നോക്കിയേ. അതുകൊണ്ട് ഇട്ടു പട്ട് സാരി ഒക്കെ സിമ്പിളായിട്ടാണ് കേട്ടോ. നമ്മൾ സിമ്പിൾ ഇപ്പൊ നമ്മള് ഹണി റോസ് കൊടുത്ത സാരിയുടെ സിമ്പിളാണ് കേട്ടോ. ഒന്നുകൂടി ഫ്രണ്ടിക്ക് നോക്കിയേ. നമുക്ക് എത്ര നേരം എടുത്ത് നിൽക്കുമ്പോഴും ബുദ്ധിമുട്ടോ സ്വസ്ഥതയോ ഇല്ലാത്ത നല്ല മെറ്റീരിയൽ കേട്ടോ. അടിപൊളി മെറ്റീരിയലാണ്.
ഞങ്ങൾ പിന്നെ ഫ്ലീറ്റ് ഇടാത്ത ആൾക്കാർ കൂടുതലും അങ്ങനെ പൊന്നു പിന്നെ ഇങ്ങനെയും ഇതാവും. ഞാൻ കൂടുതലും പക്ഷെ ചില സാരി കൈയിന്റെ തണ്ടയിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അടിപൊളി മെറ്റീരിയലും അടിപൊളി സാരി. ഈ സാരിയുടെ ഫുൾ ഫോട്ടോ എടുത്ത് നമുക്ക് പോസ്റ്റ് ചെയ്താലോ? അപ്പൊ ഇനി അടുത്ത സാരി കാണിച്ചു കൊടുത്താലോ ചേട്ടാ? ഇത് കണ്ട അടിപൊളി ബ്ലൂ കളർ നോക്കി. ഇതിന് സെയിം കളറിലെ മാല ഇട്ടിട്ട് എന്ത് ഭംഗിയുണ്ടാകും. ഇതും അതിട്ട് കഴിഞ്ഞാൽ ബ്ലൂ കളർ കുപ്പിവാള കൂടി ഇട്ട് കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട. ഈ ഒരു മാലയും കുപ്പിവാളയും കൂടി ഈ സാരി എടുത്തു കഴിഞ്ഞാണ്ടല്ലോ, ഇത് ഫാൻസി മോഡൽ സാരി കേട്ടോ. ഫാൻസി ടൈപ്പിലാണ് ഈ സാരികൾ വരുന്നത്. ഇതൊക്കെ ഒന്ന് ജോലിക്ക് പോകണമെങ്കിൽ ഭയങ്കര ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു സാരി തന്നെയായിരിക്കും. കണ്ടോ, സിമ്പിളാണ്, എന്നാൽ അടിപൊളിയാണ്. രണ്ടും വേണമല്ലോ. കണ്ടോ, അപ്പോൾ ഇതിന് ഇഷ്ടപ്പെടുന്ന ഒരാളിലാണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് നമ്പർ കൊടുക്കും, അതിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇതൊരു പച്ച കളറാണ്. കണ്ട ഒരുപാട് പീസുകളില്ലാണ്ട് ഞാൻ പറഞ്ഞില്ല, വളരെ കുറവ് പീസുകൾ ഞാൻ ഇതിൽ നമ്മളിത് കൊടുന്നിട്ടുള്ളതേ. ബ്ലൂ കളറൊക്കെ എന്ത് രസമാണെന്നൊക്കെ. അമ്മേ ഇത് കൊടുത്ത നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. പെണ്ണല്ലേ ജാതി, കുറ്റം പറയാൻ പറ്റില്ല. ആഗ്രഹം അത് ആർക്കും ആഗ്രഹിക്കല്ലോ. അപ്പൊ എന്തായാലും ഇതാണ് കേട്ടോ എൻ്റെ ഈ ഒരു മോഡലിൽ ഈ കളർ ചെയിനാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ആർക്കും ഇതിന് രീതിയിൽ ഇഷ്ടപ്പെട്ട ഈ കളറിലാണ് വരുന്നത്. ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് ചെയ്യുക, അയക്കുക. അപ്പോൾ നമുക്ക് അടുത്ത തോന്നുന്നു ഇതിനേക്കാളും ഭംഗി ഉണ്ടാവും കേട്ടോ. ഈ ബ്ലൂ ഭംഗി ഉണ്ടാവും. എൻ്റെ ഇഷ്ടം പറയാലോ. എനിക്ക് ഇപ്പൊ ഇതെടുത്തപ്പോ ഇത് മതിയായിരുന്നു. അപ്പൊ ഞാൻ അടുത്തതായിട്ട് വരാട്ടാലൊക്കെ നേവി ബ്ലൂ ആണെങ്കിലേ പിടിച്ചു നിലപ്പത്തെടുത്ത് എടുക്കുകയെ ദുഷ്ടൻ. കണ്ട തരുമെന്ന് വെച്ചാല് എന്നെ ഓടിപ്പിക്കവര്, അതുകൊണ്ട് ചോദിക്കണില്ല. ഇത് ഒരുപാട് പീസൊന്നും ഇറക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ കുറച്ച് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു സാരികൾ ഒന്നുകൂടി റൈറ്റ്. അതായത് എത്ര വരുന്നതിൻ്റെ റൈറ്റ് ഇപ്പൊ ഞാൻ കൊണ്ടുവന്നേന് ചെറിയ വില പറ. അയ്യോ ഈ സാരിയൊക്കെ ഞാൻ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഓരോ ഷോപ്പിലൊക്കെ പോയി ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ കണ്ടിട്ട്. പക്ഷെ നോക്കുമ്പോ 6000 7000 ആ റേറ്റിലൊക്കെ കണ്ടിട്ടുള്ള സാരികളാണ് കേട്ടോ ഇതൊക്കെ. 3749 രൂപയാണ് കേട്ടോ. ഈ ഒരു അടിപൊളി മെറൂൺ കളർ കേട്ടോ. നല്ല നീളമുണ്ട് കേട്ടോ സാരി. കണ്ടോ, എനിക്ക് എൻ്റെ കഴുത്ത് വരയ്ക്ക് നീളം കിട്ടുന്നുണ്ട് ഈ സാരി. നോക്കി നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റിയ സാരി കേട്ടോ. ഇതിൻ്റെ പല്ലു ഇതിന് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് സാരി ബിസിനസ്സിൻ്റെ ടെക്നിക്കില്ല. ബ്ലൗസൊക്കെ കണ്ടോ, ഈ ഒരു മെറൂൺ ഇതാണ് കേട്ടോ അതിൻ്റെ വിത്ത് ബ്ലൗസ് വരുന്നത്. കണ്ട നല്ല ചെറിയ ഡോട്ടായിട്ട് ഒരു യെല്ലോ കളർ. യെല്ലോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രാന്ത ബാക്കിയുള്ളവർക്ക്. നോക്കി അടിപൊളി സാരി ആയിട്ടുന്നുണ്ട്. അമ്മി ഭയങ്കര ഇഷ്ടമായിട്ട് ഈ സാരി. ഇത് നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം. നോക്കി അടിപൊളി സാരി, സൂപ്പർ സാരി. പക്ഷെ ഇതാരോട് ചോദിച്ചാലേ ഇവിടുത്തുള്ള അമ്മമാർ ഞങ്ങളെ ഓടിപ്പിക്കും 2 എണ്ണം. സൂപ്പർ. ഇനി അടുത്ത് കൊണ്ടുവരെ ഈ സാരി നമ്മുടെ ഇൻസ്റ്റയിൽ വരുമ്പോഴേക്കും സാരി ഓൾറെഡി ബുക്കിംഗ് ആയി കഴിഞ്ഞിട്ട് എനിക്ക് സ്റ്റോക്കിങ് വരണം തോന്നുന്നു കേട്ടോ. പക്ഷെ നമ്മളവിടെ ഓർഡർ ചെയ്തിട്ടാണ് ഈ സാരി വന്ന പൂവെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അവിടെ സാരി ഓർഡർ ചെയ്തിട്ടാണ് വന്നത്. കുറച്ച് സാരികളൊക്കെ നമുക്ക് പ്രതീക്ഷ ഉണ്ടാവും ഇത് ആൾക്കാരിലേക്ക് പോവും എന്നുള്ളത് നല്ല ഉറപ്പുള്ള സാരികളുള്ള ഒരു സാരിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഓൾറെഡി ഞങ്ങൾ ഇന്നലെ വരുമ്പോൾ തന്നെ അവരെല്ലാം സ്റ്റോക്കുള്ളത് ഞങ്ങൾ എടുത്തു. പക്ഷേ ബാക്കി നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് അവിടെ നിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. കണ്ടോ ഈ സാരി മഞ്ഞ കണ്ടു കഴിഞ്ഞ് ഞാൻ വിടൂ. ഇതങ്ങനെ കണ്ടോടുകൂടി ഇതുമ്പോൾ ചാടി വീണു കേട്ടോ. ഇതിൽ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമായത് ഇതിൻ്റെ ബ്ലൗസാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസും കാര്യമൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിങ്ങനെ വിരിക്കാണ്ടല്ലോ എന്ന് വെച്ചിട്ട് എന്തായാലും നിങ്ങൾക്കൊക്കെ തരേണ്ട സ്ഥലം നമ്മൾ അത് വിരിച്ച് നശിപ്പിക്കാണ്ടല്ലോ വെച്ചിട്ടാണ്. ഓൾറെഡി ഇതിൻ്റെ ഫോട്ടോ വരുമ്പോഴേക്കും ബുക്കിംഗ് ആയി കഴിഞ്ഞൂല അവനു.
ഈ സാരി ഓക്കെ ബുക്കിംഗ് ആയി കഴിഞ്ഞു ഇതിന്റെ ഏകദേശം കഴിഞ്ഞു ഏകദേശം കഴിഞ്ഞു കേട്ടാ. എങ്ങനെയുണ്ട്? അപ്പൊ ഞാൻ പോവാൻ നിൽക്കുമ്പോഴേക്ക് വേറൊരു കാര്യം പറഞ്ഞു. ഈ സാരിയിൽ ബ്ലാക്ക് ഉണ്ട്, വയലറ്റ് ഉണ്ട്, ഈ ഒരു റെഡാ വരുന്നത്. പിന്നെ ഇതൊന്നും ഞാൻ എടുത്ത് കാണിക്കാത്തതിന്റെ കാര്യം വെച്ചതൊക്കെ കുറച്ച് പ്രീമിയം റേറ്റിൽ വരുന്ന സാരി. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇവരോട് സാരി എടുക്കാൻ പറഞ്ഞു കേട്ടോ. എല്ലാ സാരി ഓരോന്ന് ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുത്ത് കാണിക്കണം നിർബന്ധമായിട്ട് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇതിന് മേടിച്ച റേറ്റ് പറഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ പിൻവാങ്ങി. ഞങ്ങൾക്കിത് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെടുത്ത് വേണ്ട സാരികൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാരികളാണ്. അപ്പം അതിൻ്റെ ഒരു ഇത് കാണിക്കണ്ടേ അല്ല പൊന്നോ? എനിക്ക് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഞാൻ പോവാം. ഇതിന് ബാഗിൽ എടുത്തിട്ട് ഫുൾ ഫോട്ടോ എടുത്തിട്ട് ഞാൻ പോക്കാം. അപ്പൊ നമ്മൾ അടുത്ത കുറച്ച് സാരി കൂടി കൊടുത്തിട്ടുണ്ട്. കണ്ട എല്ലാവർക്കും ഇഷ്ടമുള്ളത് എന്ത് ജോർജറ്റ്. ജോർജറ്റിന്റെ സാരി ഇഷ്ടപ്പെടാത്തവരില്ല. അതാണ് ജോർജറ്റിന്റെ പ്രത്യേകത അതാണ് കേട്ടോ. എന്താ വെച്ചാൽ ജോർജറ്റിന്റെ സാരി എന്നാണ് ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല. അത്രയും ഇനിയിപ്പോൾ ഞാൻ ഒരുപാട് ഇട്ട മെറൂണും ബ്ലാക്കും ചെയ്താൽ അതിൻ്റെ ഒരു മെറ്റീരിയൽ കേട്ടോ. നല്ല വയലറ്റും നല്ല പിങ്കും ലൈൻ കണ്ടോ നോക്കി. ഞാനല്ലേ മെറ്റീരിയലിൻ്റെ കാര്യത്തിൽ ഫുൾ ഗ്യാരണ്ടി ആണോ. അടിപൊളി മെറ്റീരിയലായിരിക്കും കേട്ടോ. കണ്ടോ സൂപ്പറായിട്ടില്ലേ? തീരെ വെയിറ്റ് ഞാൻ അതാണ് എനിക്ക് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യണ ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സാരി ഉടുത്ത് കഴിഞ്ഞാൽ ഒതുങ്ങി കിടക്കണം. അതൊക്കെ നിർബന്ധമാണ്. ഒരു ഗ്രേ കളറുമ്പോ ഒരു മഞ്ഞ നോക്കി എന്ത് ഭംഗി നോക്കി. ഇതെനിക്ക് തരുമോ? ഇതെനിക്ക് മിണ്ടനില്ലേ ചെറിയിൽ അവസാനിപ്പിക്കും. ആന്നും പറയില്ല വേണ്ടെന്ന് പറയില്ല. വിഷമല്ലോ രണ്ടു തരത്തിലെടുക്കാലോ. മനസ്സിൽ നോക്കിയേ ഇതൊന്നും നമ്മുടെ ഒരുപാട് സ്റ്റോക്കില് വീണ്ടും എടുത്താൽ നമ്മൾ ഇതിലൊന്നും. ഈ സാരിക്ക് എത്ര റേറ്റ് ആയിരുന്നു അറിയോ? ജോർജറ്റിന് അവരാണ്ട് റേറ്റ് കാണാൻ പണം പഠിച്ചിട്ട് 1969 റെഡിന്റെ. ഓ ഇതേ നല്ലൊരു വയലറ്റ്. ഈ വയലറ്റ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ് കേട്ടോ. പക്ഷേ നല്ല ഡാർക്ക് കളർ വയലറ്റാണ്. വയലറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും. ഇപ്പൊ 1969 രൂപയുടെ ഈ സാരിയുടെ പ്രൈസ് വരുന്നത്. അടിപൊളി മെറ്റീരിയലാണ്, നല്ല ജോർജറ്റാണ്. എല്ലാം കൂടി നമുക്കൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റിയൊരു മോഡൽ സാരി. എന്താ വെച്ചാൽ കസവാണ്. ഫംഗ്ഷൻ വേണമെങ്കിൽ സിമ്പിളായിട്ട് ഉടുത്ത് പോകാനും പറ്റും, പാർട്ടി വെയർ ആയിട്ട് ഉടുക്കാം, എല്ലാത്തിനും പറ്റുന്നത്. നമ്മൾ എങ്ങനെ ഉടുക്കണു, എങ്ങനെ പോകണു, എങ്ങനെ ഭംഗിയിട്ട് ഇരിക്കണു, അതാണ് നമ്മുടെ തീരുമാനം. അതായത് ഈ ഒരു മോഡൽ ഇതൊക്കെ എടുത്ത് നല്ലൊരു മാലയും ഈ ഒരു കളർ വാളിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയാണ്ടല്ലോ. എൻ്റെ സാറേ എൻ്റെ മോനിപ്പോ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ എൻ്റെ ചക്കര വാ അപ്പൊ എൻ്റെ അടുത്തിട്ട് ചക്കര വാ എൻ്റെ സരസ് വന്ന് കിടക്കുന്നു. അടുത്തതും നല്ലൊരു ഗ്രേ കളറിന് ഒരു മുന്തിരി കളറിൻ്റെ ലൈറ്റ് ഇട്ടോ. എന്തൊരു ഭംഗിയാന്ന് വെച്ചിട്ടൊക്കെയാണ് നോക്കിയ സാരി. കണ്ട തീരെ വെയിറ്റ് ഇല്ല. കണ്ട ഇതൊക്കെ സെയിം റേറ്റിൽ വരുന്ന സാരീൻ്റെ ജോർജറ്റിൻ്റെ സാരികളാണ്. ഇതൊക്കെ സെയിം മോഡല് പല കളർ ചേഞ്ചുകളുണ്ട്. ഇതിൻ്റെ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടില്ല. നമുക്കൊരു നമ്മൾ സ്റ്റോറി ഇട്ട ഭാഗത്ത് എങ്ങനെ വന്നതിൽ ആ ഒരു റെഡും ബ്ലാക്കും വന്നതും ഔട്ട് ഓഫ് സ്റ്റോക്ക്. നമ്മൾ ഇന്നലെ രാത്രി 11:30 അന്ന് ഇന്ന് സ്റ്റോറി രാവിലെ ഇട്ടു. ബ്ലാക്ക് സാരി മഞ്ഞ സാരിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഈ അടുത്തത് ബ്ലാക്ക് റെഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരടുത്തൊരു സാരിയാണ് കേട്ടോ. നോക്കി ഇതുപോലെ മണക്കറിയില്ല, പിന്നെ ഇതുപോലെ മണക്കാനും അറിയില്ല. നമ്മൾ മണക്ക് അതുകൊണ്ടാണ് വിരിയിക്കാണ്ട് കൂടുതൽ വെക്കുന്നത് കേട്ടോ. പിന്നെ ഇത് അടുത്തതും നല്ല ബ്ലാക്കും റെഡും ഇഷ്ടപ്പെടുന്നു. നല്ല ചുങ്കിടിയുടെ എന്തെങ്കിലും ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. തരില്ല, ചോദിക്കേണ്ട നാണം കേട്ടോ. ചോദിച്ചിട്ട് ഒരാണെങ്കിൽ എടുത്ത് വയ്ക്കുന്നു കേട്ടോ. ഏതെങ്കിലും ഒക്കെ എടുത്തേക്കും. ഞങ്ങൾക്കും വേണ്ട സാരിയൊക്കെ. ഇതിപ്പോൾ പണ്ടത്തെ അവസ്ഥ പറഞ്ഞല്ല, ഈ
ചട്ടി ഉണ്ടാക്കണ ഒരു ഓട്ടച്ചട്ടീനെ കറി വെക്കാന്ന് പറഞ്ഞ അവസ്ഥ എനിക്ക് തോന്നുന്നു. പണ്ടൊരു ഫംഗ്ഷൻ ചെയ്യുമ്പോ സാരിന്റെ അടുത്തായിരുന്നു, ഞാൻ അതും ഇല്ലാണ്ടാവും എനിക്ക് തോന്നുന്നു. ഇവരെന്താ വെച്ചാൽ നമ്മളെ കൊണ്ടത് എടുത്ത് കൊണ്ടുവരിക പാക്ക് ചെയ്യിക്ക, ഇതൊക്കെയാണ് നമ്മുടെ ജോലി. നമുക്കിപ്പോ ഇതിലെന്താ ഒന്നും. ഭാര്യമാര് ഭംഗിയില് കാണാനോ അതല്ല നിങ്ങള് ഭാര്യമാര് സാരി എടുത്തിട്ട് ഭംഗിയിലേക്ക് കാണുന്നു. അപ്പൊ അടുത്തത് നല്ലൊരു മുന്തിരി വൈൻ്റെ കളർ പറയാൻ പറ്റും. വയലറ്റ് ലൈറ്റ് വയലറ്റ് കളർ ഒരു ഗ്രീനും ആയിട്ടുള്ള സാരിയുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയും ഞാൻ കാണിക്കണുള്ളൂ. പിന്നെ ഒരുപാട് മോഡലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാണണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക, നമ്മുടെ കൂടെ അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ടിൻ്റെ ഒപ്പം നിങ്ങൾ മേടിക്കും വേണം. ഇത് വളരെ ഞാൻ വെറുതെ പറയണതല്ല, ഞാൻ റെഡും ബ്ലാക്കും തീർന്നു കഴിഞ്ഞു. യെല്ലോ ഏകദേശം നമ്മൾ കൊടുക്കുന്നത് തീർന്നു. അടുത്തത് പിന്നെ ഓൾറെഡി ആ യെല്ലോ പോകുന്നെനിക്ക് ഉറപ്പ്. ഒരുപാട് ആൾക്കാർ പിന്നെ പോലെ യെല്ലോ പ്രാന്തുള്ളതുകൊണ്ട് യെല്ലോ സാരി ഞാൻ ഓൾറെഡി അവിടെ ബുക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. 10-15 ദിവസം അവർ നമുക്ക് സമയം തരുന്നുണ്ട്, 15 ദിവസമൊക്കെ വേണം. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ ബുക്ക് ചെയ്ത് അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ വന്നത് തന്നെ. മഴക്കാലമായതുകൊണ്ട് 10-15 ദിവസം ഒരാഴ്ച കുറച്ചുകൂടി ഉണ്ട്, ഞാൻ തോന്നിട്ട് വരാം. അപ്പം അതിനകത്ത് എന്താ ചേട്ടാ എന്നാ ഒരു സാരി എടുത്തോ ഒരു സാരി അച്ഛനോട് കൊടുക്കാൻ. പൊന്നാടെ ഫോട്ടോഷൂട്ടിലാണ് നമുക്ക്. പിന്നെ പ്രായകരങ്ങൾ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു മാതിരി വീഡിയോയ്ക്ക് ഇങ്ങനെ വേണേൽ പോസിബിൾ. ഞാൻ എൻ്റെ ഒറ്റയ്ക്ക് റീൽസ് എടുക്കും, പക്ഷേ വേറൊരാൾ എടുത്തത് എനിക്കെന്തോ നമുക്ക് അത് നിൽക്കുമ്പോൾ ഒരു അസ്വസ്ഥതയാണ്. കണ്ടോ സാരിയോട് ഞാൻ വരണോ? ഇതിലുള്ള നമ്മുടെ മോഡലുകളാണ് കേട്ടോ കാണിച്ചത്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ വീഡിയോ കാണാണ്ടിരിക്കരുത്. അപ്പം നമ്മളിഷ്ടപ്പെട്ടവരാണ് കൂടുതലും നമ്മളെ ഈ ബിസിനസ് തുടങ്ങിയപ്പോൾ സപ്പോർട്ട് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും നിങ്ങളുടെ കസിൻസിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാ പേജും എൻ്റെ ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്താൽ അപ്ഡേഷൻ അപ്പോൾ അടുത്ത കളർ വന്നിട്ട് നോക്കി മഞ്ഞുണ്ട് ഇതിന് കളറുകളൊന്നും ഞാൻ പറയണില്ല. ഒരു വാടാർമല്ലി കളറുമ്പോ ഒരു എന്താ പറയാ ഗ്രേ കളറും കൂടിയിട്ട് എന്തൊരു രസപ്പാ. ഞാൻ അതൊന്ന് ജസ്റ്റ് വെച്ച് കാണിച്ചു തരാൻ പറ്റുമോ? ഈ സാരി ഞാൻ പിന്നിൽ നിന്ന് കാണിച്ചു തരാം. ഇത് എന്താ വെച്ചാൽ ചിലപ്പോ ഇവിടെ വെച്ച ചിലപ്പോ എടുത്ത് കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ പിടിപെടുന്നില്ല. മഞ്ഞ കണ്ട വീക്കെൻഡ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കൊടുത്താലും അറിയില്ല കേട്ടോ. ഇങ്ങനെ കൊടുക്കണം എന്നാലും അതിൻ്റെ ഏത് ഇത്. അപ്പൊ ഇങ്ങക്കും എന്നെ മഞ്ഞ കൊടുത്ത് കാണാനാണ് ഇഷ്ടം അടിപൊളി സാധനം, നല്ല മെറ്റീരിയൽ. നോക്കി നിങ്ങൾക്ക് മടക്കുമ്പോൾ തന്നെ അറിയണ്ടോ? നോക്കി സൂപ്പർ മെറ്റീരിയൽ കേട്ടോ. മഞ്ഞയും നീരോ ഒന്ന് മാറ്റിയല്ല കട്ടെടുത്തോണ്ടല്ല. ഇതില് പറഞ്ഞല്ലേ കൊതിപ്പിച്ച് എനിക്ക് പിടിക്കുന്ന കൊതിപ്പിച്ച് കടന്ന് കളഞ്ഞ ഇതില്ലാന്ന് പറഞ്ഞിട്ട് ഇല്ലല്ലോ. ഇതില്ല കേട്ടോ, അത് കഴിഞ്ഞു. ഈ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് സഹോദരികളെ. ഈ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മോഡലുകൾ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എത്തിക്കുന്നതാണ് അല്ലേ? എന്താ മിണ്ടാത്തല്ലേ? ഇതൊക്കെ കണ്ടിഷ്ടപ്പെട്ടിട്ട് മേടിച്ചിരിക്കുക. നമുക്കൊരു ഉപയോഗമില്ലേ. ഇതും നല്ലൊരു ഗ്രേ കളറും വാടാർമല്ലി എന്ന് പറഞ്ഞിട്ട് ഇതിനെ അപമാനിക്കാൻ പറ്റും. അതിനേക്കാളും നല്ല കളർ. സൂപ്പർ അടിപൊളി. എന്തോ ഒരു ഇഷ്ടമെന്ന് പറയും. അപ്പം ഇന്ന് ഇത്രയും ഞാൻ കാണിക്കണോട്ടോ. എന്താ വെച്ചാൽ വീഡിയോ ലെങ്ത് കൂടുതൽ. അപ്പോൾ ബായ പറഞ്ഞല്ല. അപ്പം ഈ മാല ഇഷ്ടപ്പെട്ട എല്ലാവരും വരിക, ഓർഡർ ചെയ്യുക. ഓർണമെന്റ്സ് ഇനി പുതിയ മോഡലുകളുണ്ട്. ഓരോ ദിവസം ഓരോ മോഡലായിട്ട് വരും. നിങ്ങൾക്ക് പറഞ്ഞില്ലേ സമയക്കുറവ്, അതാണ് നിങ്ങളെ അലട്ടേണ്ട ഒരു കാര്യം അല്ലേ? പോട്ടെ.
ഉണ്ണിയാളെ ട്യൂഷന് കൊണ്ടാക്കിയിട്ട് ഞാൻ അവരെടുക്കാൻ പോകണം. അപ്പോൾ ഈ സാരി കൂരിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം എനിക്ക് ഉണ്ണിയാളെ കൊണ്ടുവരാൻ പോകണേ. അപ്പം നമ്മൾ പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ യൂട്യൂബിൽ ഞങ്ങളിനി വീഡിയോ ഇടണോ വേണ്ടതും കൂടി നിങ്ങളുടെ അഭിപ്രായം പോലെ ഇരിക്കും. എന്താ വെച്ചാൽ ആൾക്കാർക്ക് ഓൺലൈനിൽ ഇവിടെ ഞാൻ വീഡിയോ ഇട്ടിട്ട് എന്തായാലും അവരോട് കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടും കഷ്ടപ്പെട്ട് വെറുതെ ഇല്ല. അപ്പം എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ അല്ലേ കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ബിസിനസ്സിന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും സഹകരണം വേണം. പരമാവധി യൂട്യൂബിനും എല്ലാവരും സപ്പോർട്ട് സഹകരണം വേണം. യൂട്യൂബ് അങ്ങനെ നിർത്തി പോകാൻ പറ്റും. നിങ്ങളതിനെ ഇഷ്ടപ്പെടുന്ന ഒരു കുറച്ച് ആൾക്കാർ. പക്ഷെ നമുക്കത് വീഡിയോ ഇങ്ങനെ ആരും കാണാനില്ല. നമുക്ക് വീഡിയോ പിന്നെ എഡിറ്റ് ചെയ്യാനോ അത് ആർക്കും അറിയാം. നമുക്ക് എടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് അടക്കം പോകട്ടോ. എടുക്കാനുള്ള ഇൻട്രസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും തോന്നാൻ ആരും കാണിപ്പില്ല. നമ്മളിപ്പോൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടണേ എന്നുള്ളൊരു തോന്നൽ തോന്നും. ചില നേരത്തേക്ക് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ഒരുപാട് ആൾക്കാർ കാണുന്നില്ല. എനിക്ക് എൻ്റെ എല്ലാവരും 30,000 പേര് കണ്ടാൽ മതി. അതിന് കൂടുതൽ ആഗ്രഹമൊന്നുമില്ല. സമയമുള്ളപ്പോൾ നല്ല കുക്കി വീഡിയോ ആയിട്ട് വരും. അതില്ലാതെ പറയില്ല. അത് ഉപകാരപ്രദമായവരെ നിങ്ങൾ സഹകരിച്ചു പോവുക. അത്രയാണ്. നമ്മുടെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളായിരിക്കും നമ്മുടെ കുക്കിങ്ങിന്. അപ്പോൾ ഒരു ഫുഡ് കുട്ടികൾക്ക് ഉച്ചയ്ക്ക് കൊടുത്തേക്കാണെങ്കിലും കുട്ടികൾക്ക് കഴിക്കാൻ ടേസ്റ്റുള്ള ഒരു ഉപ്പേരി ആയാലും എല്ലാം നമ്മൾ അങ്ങനെയാണ് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഉറക്കം കണക്കും ഇത് പറഞ്ഞ മാതിരി ഇപ്പൊ ഉറക്കമില്ലാത്ത രാത്രികള് പകലുകളാണ്. അങ്ങനെയാണ് രാത്രി പണി. ഇത്ര നാള് പണിയുണ്ടോ എന്ന് ചോദിച്ചു പണിയില്ല എന്ന് പറഞ്ഞായിരുന്നു. ഇന്ന് അന്നും പണിയുണ്ട്, ഇപ്പോഴും പണിയുണ്ട്. ഈ വീട്ടിലെ ആൾക്കാർ എത്ര കൂടിയാലും പണിയെടുക്കേണ്ട സാധനത്തിന് ഞാൻ മുൻപന്തിയിലാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. അടുത്ത കത്തുമായിട്ട് അടുത്ത ദിവസം വരുന്നതാണ്. പണിയെടുക്കും സുന്ദരിയല്ലേ.